ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഞാൻ തയ്യാറാക്കാറുള്ള ഇഡ്ഡലി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ കുറച്ച് പൊടിക്കൈകൾ കൂടി ഉണ്ട്, അതും കൂടി പറഞ്ഞുതരാം. അപ്പോൾ ഞാനിവിടെ പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. 2 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. അതേ കപ്പിൽ തന്നെ ഒരു 1/4 കപ്പ് ഉഴുന്നുപരിപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നല്ലതുപോലെ ഒന്ന് കഴുകിയിട്ട് കുതിരാനായിട്ട് വെക്കാം. ഉഴുന്നും പച്ചരി നല്ലപോലെ കഴുകിയിട്ടുണ്ട്. ഇനി അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 2 സെപ്പറേറ്റാണ് ഞാൻ വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഒരു 8 മണിക്കൂറെങ്കിലും കുതിരാനായിട്ട് വെക്കണം. ഞാൻ രാവിലെ ഇട്ട് വൈകുന്നേരമാണ് കേട്ടോ അരയ്ക്കുന്നത്. അപ്പോൾ നല്ലപോലെ കുതിർന്നിട്ടുണ്ട്. ഞാൻ ഇനിയിപ്പോൾ ഈ ഉഴുന്ന് പരിപ്പൊന്ന് ഫ്രിഡ്ജിൽ വെക്കുകയാണ് കേട്ടോ, ഒരു 15 മിനിറ്റ്. അങ്ങനെ ഉഴുന്ന് പരിപ്പ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്ക് ഈ അരി ഒന്ന് അരച്ചെടുക്കാം. അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് പകുതി അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേ കപ്പിൽ തന്നെ ഒരു 1/4 കപ്പ് ചോറ് ഇട്ടിട്ടുണ്ട്. റേഷൻ അരിയാണ് കേട്ടോ. പിന്നെ ഒരു ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നല്ല ഐസ് വാട്ടറാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇതൊന്ന് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം. അപ്പം അങ്ങനെ ആദ്യത്തേത് അരച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ ചോറൊന്നും ചേർക്കണില്ല കേട്ടോ. ഇനി അരി മാത്രം ഒന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഐസ് വെള്ളത്തിൽ അരയ്ക്കണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മിക്സി ചൂടാകുമ്പോഴാണ് ഈ മാവ് പൊന്തി വരാത്തത്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഐസ് വെള്ളത്തിൽ അരച്ചെടുക്കണം, ചൂടാവാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ ഉഴുന്ന് പരിപ്പ് ഞാൻ ഫ്രിഡ്ജിലൊന്ന് വെച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ നല്ല കഴുകിയ കാരണം കൊണ്ട് ആ വെള്ളം തന്നെ നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അങ്ങനെ അതും നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിത് കൈ വെച്ച് തവ വെച്ച് ഇളക്കാതെ കൈ വെച്ച് തന്നെ നല്ലോണം ഒന്ന് കലക്കിയെടുക്കണം കേട്ടോ. നല്ലപോലെ ആ ഉഴുന്നും അരിയൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. കൈ വെച്ച് ഇങ്ങനെ ഇളക്കുമ്പോൾ തന്നെയാണ് നല്ല പുളിപ്പുണ്ടാവുക. അധികം പുളിപ്പില്ല, ഞാൻ ഉണ്ടാക്കാറ് അധികം പുളിപ്പൊന്നും ആവാറില്ല, ഒരു മീഡിയം പുളിപ്പ് ഉണ്ടാവാറുള്ളൂ കേട്ടോ. ഉണ്ണികൾക്കൊന്നും പുളിപ്പുണ്ടായിട്ടുള്ള ഇഷ്ടമൊന്നുമില്ല. പഞ്ചസാര ഇടുമ്പോൾ എന്ന് വെച്ചാൽ ചെറിയൊരു മധുരപ്പം ഉണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ അത് അരച്ച് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇനി അടുത്ത ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മിക്സിയിൽ ജാറിൽ അരി അരച്ച ജാറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് വെച്ചാൽ ഭയങ്കര പാടുള്ള കാര്യം. അപ്പോൾ എന്ത് ചെയ്യാന്ന് പറയുക, ഒരു 1/4 ഭാഗം വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം. അപ്പോൾ കറക്കിയെടുക്കുമ്പോൾ കണ്ടോ ഇത് മിക്സിയുടെ ഉള്ളിൽ കണ്ടു ഇപ്പോൾ നല്ല ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് നമ്മൾ ലിക്വിഡൊക്കെ ഒഴിച്ചിട്ട് ഇതാക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ വെറുതെ ഒന്ന് ജസ്റ്റ് കഴുകി കൊടുത്താൽ മതിയല്ലോ. അപ്പം അങ്ങനെ അത് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഞാൻ പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ, ഒരു 8 മണിക്കൂർ 9 മണിക്കൂറൊക്കെ എന്തായാലും പൊന്താനായിട്ട് വെക്കണം മാവ് കേട്ടോ. എന്നാൽ മാത്രം നല്ല രീതിയിൽ പൊന്തി വരുള്ളൂ, നല്ല സോഫ്റ്റായി ഇഡ്ഡലി കിട്ടുള്ളൂ. അപ്പം ഞാൻ ഇപ്പോൾ നല്ല പോലെ തന്നെ മാവ് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. മാവ് കണ്ടാൽ തന്നെ അറിയാം നല്ല സ്മൂത്തായിട്ടുള്ള മാവാണ് കേട്ടോ. ഉഴുന്ന് നല്ല സ്മൂത്തായി അരച്ചെടുക്കണം, എന്നാൽ മാത്രമേ ഇതേപോലെ കിട്ടുള്ളൂ. പിന്നെ ഇനി അതിലേക്കൊക്കെ ഇഡ്ഡലി തട്ടിലേക്കൊക്കെ കുറച്ച് എണ്ണ ഒന്ന് തൂവി കൊടുക്കാം. അപ്പോൾ ഞാൻ ഇഡ്ഡലി ചെമ്പിൽ വെള്ളം ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലേക്കൊക്കെ മാവ് ഒന്ന് കോരി ഒഴിച്ചു കൊടുക്കണം. പിന്നെ നമ്മൾ ആദ്യം വെച്ച പാടും നല്ലോണം വെള്ളം ഒന്ന് തിളച്ചതിന് ശേഷം പിന്നെ നമ്മൾ സിമ്മിലാക്കി വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതവിടെ കിടന്ന് വെന്തോളും ചെയ്യും, ഗ്യാസ് അധികം ചിലവാവില്ല കേട്ടോ. ഫുള്ളിൽ വെച്ചിട്ട് നമ്മൾ വേവിക്കുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് നേരം പെട്ടെന്ന് ഇതാവുകയും ചെയ്യും, പിന്നെ ഗ്യാസ് നല്ലോണം പോവുകയും ചെയ്യും. അപ്പോൾ ഇതാവുമ്പോൾ സിമ്മിൽ വെച്ചതിന് ശേഷം നമ്മളിങ്ങനെ കുക്ക് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അധികം ഗ്യാസ് ചിലവാവില്ല. അപ്പോൾ ഞാനിത് ഇഡ്ഡലിയൊക്കെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടാൽ തന്നെ അറിയാം നല്ലൊരു സോഫ്റ്റ് ഇഡ്ഡലിയാണ്, നല്ല സ്മൂത്തായിട്ടുള്ള ഇഡ്ഡലി എന്ന് തന്നെ പറയാം കേട്ടോ. ഞാൻ ഇങ്ങനെയാണ് ഇഡ്ഡലി തയ്യാറാക്കാറ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെയാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, ഒരു സ്മൈലെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ ബൈ ബൈ, അസ്സലാമു അലൈക്കും.